ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീരാമതത്വത്തെ ശ്രവിക്കാൻ വളരെ താത്പര്യത്തോടുകൂടി പാർവതീദേവി പരമശിവൻ്റെ മുമ്പിൽ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിനെ അഭിനന്ദിച്ചുകൊണ്ട് പാർവതീദേവിയെ പ്രശംസിച്ചുകൊണ്ട് പരമേശ്വരൻ പറഞ്ഞു തുടങ്ങുന്ന ഭാഗമാണ്. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. പ്രശ്നകർത്താവിനെ അഭിനന്ദിച്ചുകൊണ്ട് ശ്രദ്ധ കൂടുതൽ ആകർഷിച്ചുകൊണ്ട് ഉപദേശിക്കുക എന്നുള്ള നമ്മുടെ സമ്പ്രദായത്തെ അനുസരിച്ചുകൊണ്ടാണ്, അഥവാ ആ സമ്പ്രദായത്തെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഇവിടെ പരമേശ്വരൻ മറുപടി പറയുന്നത്. മാത്രമല്ല, ശ്രീരാമദേവൻ്റെ തത്വത്തെ കേൾക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ടായത് തീർത്തും മഹാഭാഗ്യമാണ്. ഈശ്വര തത്വജ്ഞാനം മുക്തിപ്രദമാണ്. ആ ഒരു പരമമായ മുക്തിയിലേക്ക് ഒരാൾക്ക് താത്പര്യമുണ്ടാവുന്നത് അത് ജന്മാന്തര സുഹൃത ഫലമാണ്, മഹാഭാഗ്യമാണ്. എന്ന് മാത്രമല്ല, ശിഷ്യൻ്റെ സവിശേഷതയെ ചൂണ്ടിക്കാണിക്കുന്നത് ശ്രദ്ധയെ കൂടുതൽ ആകർഷിക്കാൻ ഉപകരിക്കും എന്നുള്ളതുകൊണ്ട് പറയുകയാണ്, ഈ വിഷയം എന്നോട് ഇതിനു മുമ്പ് ആരും ചോദിച്ചിട്ടില്ല, സത്യം ഞാനൊട്ട് പറഞ്ഞിട്ടുമില്ല ആരോടും. എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് മറുപടി ആരും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. തനിക്കറിയാം എന്നുള്ളത് കൊണ്ട് എല്ലാവരോടും എല്ലായ്പ്പോഴും എല്ലായിടത്തും പറയുകയില്ല, പറയേണ്ട ആവശ്യമില്ല. അർത്ഥിക്കാത്തയിടത്ത് തത്വോപദേശം അനർത്ഥമാണ്. അതുകൊണ്ട് തന്നെ വിദ്വാൻമാർ ഏതറിവോടൊത്ത് കഴിയുന്നവരായാലും അർഹതയോടുകൂടി അർത്ഥിക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. ഇതും നമ്മൾ സദാ ഓർമ്മിക്കേണ്ടതാണ്. പാർവതീ ദേവി അല്ലാതെ വേറെ ആരും ചോദിച്ചിട്ടില്ല ഇതിനു മുമ്പ് എന്ന് പറഞ്ഞു. അത് ശിഷ്യപ്രശംസയാണ്. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇതറിഞ്ഞിട്ടും പരമേശ്വരൻ ആരോടും ഉപദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ചോദിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ വിജ്ഞാനികളായ മഹാപുരുഷന്മാരോട് സംശയങ്ങൾ ചോദിച്ച് അവരിൽ നിന്ന് ആ അറിവിൻ്റെ പ്രകടീകരണം നേടിയെടുക്കേണ്ടത് ലോകത്തിൽ നമ്മുടെ ധർമ്മമാണ് എന്ന് സൂചിപ്പിക്കപ്പെടുന്നു. കാരണം ചോദിച്ചാലേ പറയൂ. പറയുന്നത് സമൂഹത്തിൽ പ്രസരിതമാകണമെങ്കിൽ ചോദിക്കണം. ഇത് വളരെ വലിയ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അത്യന്തം രഹസ്യമായിട്ടുള്ള പരമാത്മ തത്വത്തെ ഒരാൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ഈശ്വരനിലുള്ള പരമമായ ഭക്തിയുടെ ഫലമാണ്.
ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കൽ നിത്യവും ചിത്തം കാമ്പിൽ വർദ്ധിക്കുക തന്നെ മൂലം. ചിത്തകാമ്പിൽ മനത്താരിൽ ഈശ്വരനിലുള്ള ശ്രദ്ധ ഭക്തി വർദ്ധിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ് പരമാത്മ തത്വശ്രവണത്തിനുള്ള താത്പര്യമുണ്ടാകുന്നത്. പൊതുവെ ലോകത്തിൽ ലൗകികമായിരിക്കുന്ന വർത്തമാനങ്ങളെ പറയാനും കേൾക്കാനുമാണ് ഏറെ പേർക്ക് താല്പര്യം. അവിടെ എന്തുണ്ടായി, ഇവിടെ എന്തുണ്ടായി, അയാളെന്ത് പറഞ്ഞു, ഇയാളെന്ത് പറഞ്ഞു, ഇത്തരം നാട്ടുവർത്തമാനങ്ങളിലാണ് നമുക്ക് താല്പര്യമേറെ ഉണ്ടാവുക. പരമാത്മതത്വത്തെ ചോദിക്കുന്നവർ വളരെ ചുരുങ്ങും, പറയുന്നവരും വളരെ ചുരുങ്ങും. കാരണം പ്രായേണ ബഹിർമുഖ വൃത്തിയോട് കൂടിയവരാണ് ലോകം. ഇപ്പോൾ ബഹിർമുഖ വൃത്തിയോട് കൂടിയവരായിട്ട് അങ്ങെന്ത് ഇങ്ങെന്തെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് ലൗകികമായ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നവരാണ് നമ്മൾ. അനേക സഹസ്രം പേരിൽ അനേകായിരം പേരിൽ ഏതോ ഒരാളെ കാണുള്ളൂ തത്വജിജ്ഞാസുക്കൾ ആയിട്ട്. അത് ലോക സ്വഭാവമാണ്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യശൃണോതി എന്നും മറ്റും ഭഗവത്ഗീതാകാരൻ ഉപദേശിക്കുന്നത് ഓർമ്മിക്കുക. ആശ്ചര്യകരമായ ഗുണവിശേഷമുള്ള ആയിരക്കണക്കിന് പേരിൽ ഒരാൾ മാത്രമാണ് പരമാത്മതത്വം അറിയാൻ ഇച്ഛിക്കുന്നവരാകുന്നത്. ഏതായാലും അല്ലയോ ധന്യേ, നീ പരമാത്മതത്വത്തെ അറിയുവാൻ ഇച്ഛിച്ചുവല്ലോ, അത് ഹൃദയത്തിലുള്ള ദൃഢമായ ഈശ്വരഭക്തിയുടെ ഫലരൂപമാണ്. അതുകൊണ്ട് ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. അതുകൊണ്ട് ഞാൻ ശ്രീരാമപദാംബുജത്തെ മനസ്സിൽ വന്ദിച്ചിട്ട് സംക്ഷേപിച്ച് സംഗ്രഹിച്ച് വളരെ ചുരുക്കി സാരമായുള്ള തത്വം ഞാൻ പറയാം, നീ കേട്ടുകൊള്ളൂ. അധ്യാത്മരാമായണ മൂലത്തെ ഏറെക്കുറെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് തർജ്ജമയുള്ളത്. അതുകൊണ്ട് സംക്ഷേപമായിട്ട് രാമതത്വത്തെ ഞാൻ പറഞ്ഞു തരാം. അവിടെയും ശ്രീരാമപദാംബുജം മനസ്സിൽ വന്ദിച്ചിട്ടാണ്, ഈശ്വരവന്ദനപൂർവമാണ് തത്വോപദേശം ചെയ്യുന്നത്. ആ ഒരു സമ്പ്രദായം ഇവിടെയും എടുത്തു കാണിച്ചിരിക്കുകയാണ്. ഇത്തരം സമ്പ്രദായങ്ങളൊക്കെ അത് ഗുരുപസദന വിധിയാവട്ടെ, ആചാര്യന്മാരനുവർത്തിക്കുന്ന തത്വോപദേശ വിധിയാവട്ടെ, അതിലൊക്കെയുള്ള സമ്പ്രദായങ്ങൾ പൂർവികന്മാരനുഷ്ഠിച്ച് കാണിച്ചത് അവർക്ക് വേണ്ടി മാത്രമല്ല, ഭാവി തലമുറകൾക്ക് വേണ്ടി കൂടിയാണ്. തൻ്റെ ഭാഷ്യത്തിൽ ഒരിടത്ത് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഈ വിഷയം മധ്യദീപികാ ന്യായം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഒരു മുറിയിൽ വെച്ച വിളക്ക് മുറിയെ പ്രകാശിപ്പിക്കും, പുറമെ വെച്ച വിളക്ക് പുറം ദേശത്തെ പ്രകാശിപ്പിക്കും. എന്നാൽ നടുക്ക് പടിയിൽ വെച്ച വിളക്ക് അകത്തെയും പ്രകാശിപ്പിക്കും, പുറത്തെയും പ്രകാശിപ്പിക്കും. അതുപോലെ ആചാര്യന്മാരാചരിച്ച് കാണിക്കുന്നത് പൂർവികന്മാരനുവർത്തിച്ചതാണ്, ഇനി വരാൻ പോകുന്നവർക്ക് അനുവർത്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് ജിജ്ഞാസയുടെ വിഷയത്തിലായാലും തത്വോപദേശത്തിൻ്റെ വിഷയത്തിലായാലും പൂർവികന്മാർ കാണിച്ചു തന്നത് അത് സമ്പ്രദായമായി മാനിച്ച് നമ്മളും തുടരേണ്ടതാണ്. അതുകൊണ്ട് ഈശ്വരവന്ദനപൂർവം തത്വോപദേശം ചെയ്യണം എന്നുള്ളത് അതൊരു സമ്പ്രദായം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളും അനുവർത്തിക്കേണ്ടതാണ്. അതുപോലെ ശിഷ്യ പ്രശ്നത്തിൻ്റെ രീതിയും സമ്പ്രദായമാണെന്ന് മനസ്സിലാക്കി നമ്മളും അനുവർത്തിക്കേണ്ടതാണ്. അങ്ങനെ സമ്പ്രദായങ്ങൾ നിലനിൽക്കുമ്പോൾ മാത്രമേ ഈ ശാസ്ത്രത്തിൻ്റെ ഉപദേശ സമ്പ്രദായമൊക്കെ ശുദ്ധമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കൂ. അല്ലെങ്കിൽ എങ്ങനെയാവാം, എന്തു ആവാം എന്നുള്ള രീതിയിൽ അതൊക്കെ അധപ്പതിക്കാൻ ഇടവരും എന്നുള്ളത് കൂടി സാന്ദർഭികമായി ശ്രദ്ധിക്കുക. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം.